തിരുവനന്തപുരത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ ജില്ലാ പഞ്ചായത്തും എല്ലാ മേഖലയിലും ഊന്നൽ നൽകുന്ന 1064 കോടി രൂപയുടെ വികസന രേഖ ബജറ്റിൽ അവതരിപ്പിച്ചു. ഡിസംബറിൽ അധികാരമേറ്റ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണ് അവതരിപ്പിച്ചത്. പരിസ്ഥിതി സൗഹൃദ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള കരുതൽ, യുവാക്കൾക്ക് പുത്തൻ തൊഴിലവസരങ്ങൾ, കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം എന്നീ ലക്ഷ്യങ്ങളിലൂന്നിയാണ് ബജറ്റ്. എല്ലാവർക്കും നിയമസാക്ഷരത ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന നീതിപഥം നിയമസാക്ഷരതാ പദ്ധതിയാണ് ബജറ്റിലെ പ്രത്യേകത. കുടുംബശ്രീ വഴി ആമുഖം ഉൾപ്പെടെയുള്ള ഭരണഘടനയുടെ ഭാഗങ്ങൾ പഠിപ്പിക്കും. സൈബർ നിയമങ്ങളെ സംബന്ധിച്ചും അവബോധം നൽകും. ഇതിനായി 10 ലക്ഷം വകയിരുത്തി. ജില്ലയിലെ തുല്യതാ പരീക്ഷ പാസ്സായ എല്ലാവരെയും ബിരുദധാരികളാക്കാനുള്ള ഡിഗ്രി ഫോർ ഓൾ പദ്ധതിയും ബജറ്റിലെ പുതുമയാണ്. കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ബ്രെയിൻ ഓഫ് തിരുവനന്തപുരം ക്വിസ് മത്സരത്തിനായി 1 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ പ്രയാസം അവർക്ക് ശേഷം, അവരുടെ കാലശേഷം ഈ കുട്ടികളെ കുറിച്ചുള്ള പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാറ്റി പാർപ്പിക്കാനായിട്ട് അവർക്ക് പുനരധിവാസ കേന്ദ്രം എന്ന നിലയിൽ ഒരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, വലിയ അസുഖങ്ങൾ ബാധിച്ച് വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്. സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. പക്ഷെ അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഹോം എന്നൊരു പ്ലാൻ ഉണ്ട്. അതേസമയം തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും പഞ്ചായത്ത് ആരംഭിച്ചു. ABC സെന്റർ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി പൂർത്തീകരണത്തിലേക്ക് വരുന്ന ഒരു പ്രോജക്റ്റ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്. അതിന് പൂർത്തീകരണത്തിന് ഫണ്ട് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ പോർട്ടബിൾ ABC ജില്ലാ പഞ്ചായത്ത് കൂടി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ ഒരു വിഹിതം ജില്ലാ പഞ്ചായത്താണ് ചെയ്യുന്നത്. പാഴ്ഭൂമികളെ ഉൽപാദനക്ഷമമാക്കി മാറ്റുന്ന ഭൂമിക പദ്ധതിയും, ജലസംരക്ഷണത്തിന് 2 കോടി രൂപയും, സൗജന്യ മണ്ണ് പരിശോധനയ്ക്ക് 2 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. തണ്ണീർത്തടങ്ങളുടെ പരിപാലനത്തിനും കുടിവെള്ള പദ്ധതികൾക്കും 30 ലക്ഷം രൂപയും വകയിരുത്തി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.